ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ, അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. സിഹിറിനെ കുറിച്ച് പറഞ്ഞു. സിഹിറാണല്ലോ മൗലവി പറഞ്ഞു. അഥവാ ഒരാൾ സിഹിർ ചെയ്യുമ്പോൾ അവിടെ ജിന്ന് അത് ഉപദ്രവിക്കുക, അഥവാ അത് മുഖേന രീതിയിൽ അഥവാ ഉപദ്രവം വരുത്തുന്നു എന്നതുകൊണ്ടാണത് എന്താവുന്നത്, ഹറാമാണെന്ന് പറഞ്ഞു. അഥവാ ജിന്ന് ആ രീതിയിലുള്ള ഉപദ്രവം മറ്റേ അഭൗതികമല്ലാത്തത് കൊണ്ട് അതെന്താണ്, ഹറാമാണ്. അത് അഭൗതികമായ ഒരു രീതിയിലായിരുന്നുവെങ്കിൽ അത് ഷിർക്കാവുമെന്നാണല്ലോ പറഞ്ഞത്. അല്ല, അതുമല്ല, അതൊന്നും മനസ്സിലാക്കിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇല്ലായിരുന്നോ പോന്നതാ, വൈകിയൊന്ന് നേരത്തെ. അതായത് സിഹിറിന്റെ അംശം എല്ലാം ഷിർക്കാണ്. സിഹിർ ചെയ്താൽ തന്നെ ഓൻ ഷിർക്ക് ചെയ്തു. ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾക്ക് സിഹിർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു സാഹിർ ചെയ്യുന്നതായിട്ട് നമ്മൾ വെറുതെ കോഴിമുട്ട കുത്തിയരച്ച് കൊണ്ടുപോയിട്ടാൽ അട്ട് സിഹിറാവൂല, അത് സിഹിറന്നാവൂല. നമ്മൾ കോഴിമുട്ട കള്ളി വെച്ച് അവിടെ കൊണ്ടുപോയിട്ടു, കോഴിമുട്ട പോയി എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ഒരു സാഹിർ ചെയ്യുന്ന സിഹിർ ആകണമെങ്കിൽ ഓൻ ഷിർക്ക് ചെയ്തോളണം, അപ്പോഴേ സിഹിറാവുള്ളൂ, അല്ലാതെ ഒരു സിഹിർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ ലഹു, സിഹിർ ചെയ്തവനും ചെയ്യിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ സിഹിറിൻ്റെ അംശങ്ങളെല്ലാം ഷിർക്കുമായി ബന്ധമുള്ളത് തന്നെയാണ്, അല്ലാത്തൊരു ഏർപ്പാട് വരുന്നില്ല. ആ സിഹിറിൻ്റെ ഭാഗമായിട്ട് ഓൻ ജിന്നിനോട് പ്രാർത്ഥിക്കും, ഓൻ ജിന്നിനെ വിളിക്കും, ഓൻ ജിന്നിനെ ഉപയോഗപ്പെടുത്തും, അവൻ ജിന്നിന് വേണ്ടി ചരട് കെട്ടാൻ പറയും, നൂല് കെട്ടാൻ പറയും. ഈ തരങ്ങളെല്ലാം ഷിർക്കാണ്. നമ്മൾ പറയും സാധാരണ ഏലസ് കെട്ടിയ ഷിർക്കായി എന്ന് പറയും. അവിടെ ഇപ്പം എന്താ നയിക്കുന്നതിന് ആലോചിച്ചാൽ എന്താ ഉള്ളത്, എന്താ പോലും സാധാരണ വഴി കെട്ടി, അതൊരു ഭൗതികല്ലേ, അതും ഷിർക്കാണ്. കാരണം ഇത് കേവലം ഒരു നൂലല്ല. ഈ രക്തം ഇവിടുന്ന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരുത്തന്നെ ഇവിടെ നൂല് കെട്ടിയാലോ അത് ഷിർക്കല്ല. ഇപ്പം രക്തമാണ് പോകരുത് എന്ന് വിചാരിച്ചു അവിടെ മുറിക്കണ് കെട്ടി, ഇത് ഷിർക്കാണോ? അല്ല. എന്നാൽ സിദ്ധം കൊടുത്ത സാഹിർ കൊടുത്ത ഒരു നൂല് കെട്ടിയാലോ അത് ഷിർക്കായി. അപ്പം സിഹിറുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുള്ളൂ, അല്ലാതെ ഉണ്ടാകുന്നില്ല. കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തി വരച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് ഷെറുണ്ടാവുക? ഒരു ഷെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ, അദൃശ്യ വഴിയിൽ അതിന് ഷെറ് വരുന്ന പേടിക്കണ്ടേ? അദൃശ്യ വഴിക്ക് ഷെറുണ്ടാക്കാൻ അല്ലാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പൊ ഇതിന് ഷെറുണ്ടാവുന്ന പേടിച്ചതിന് ഷിർക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും KNM കാലത്ത് അന്ന് മർക്കസ് ചോദിച്ച ചോദ്യമാണ്. അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മൾ കൊടുത്ത മറുപടിയാണെന്ത്, ഈ കോഴിമുട്ടമെന്ന അല്ല ഷെറ്. കോഴിമുട്ടമെന്ന് അദൃശ്യ ഷെറൊന്നും ഉണ്ടാവില്ല. ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല. കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെ കൊണ്ടിട്ടോളൂ എന്ന് പറയില്ലല്ലോ, അത് പറയില്ലല്ലോ. നിങ്ങൾ കടയിൽ 4 മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി, നിങ്ങൾ സോക്കട് മാറും എന്ന് പറയോ? ഇല്ല. അവര് വരച്ചെടുത്ത കോഴിമുട്ട തന്നെ വേണം. അത് അവര് കളം വരക്കണം, അവര് പലതും എഴുതണം. എന്താ എഴുതുന്നത്? ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ സിദ്ധൻ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജന്റുമാരാ, പേരെന്തു പറഞ്ഞാലും.
പ്രൊഫഷണലായി സ്വീകരിച്ച എന്നെ വിളിച്ചിട്ട് പറയണെന്ത് സാജിദ് നിർത്താം. അപ്പൊ എന്താ അവർക്ക് പേടി? അനീഫ് കായക്കൊടിനെ, KNM-മാരെ, മടവൂർ ഭാഗത്തെ സുന്യാളെ പേടി. കാരണം എന്താ, ഞാൻ എവിടെയെങ്കിലും പോയി റൊക്കെ ചെയ്ത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ വിസ്ഡം പണ്ഡിതൻ ജിന്നിറക്കി എന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ. അതിന് ഇന്ന നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഇത് നിർത്തിക്കുക. ഞാൻ പറഞ്ഞു ഇത് മദ്ലൂമിനെ സഹായിക്കലാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ശിർക്ക് അവരെ ഒഴിവാക്കാനും പറ്റുന്ന വലിയൊരു ദഅവത്തിന്റെ മേഖലയാണ് ഇത്. 10 വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തിന് വയലു പറയാനും ഞാൻ ഉണ്ടാവും. ഈ വിഷയം ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടി ഇതിനുള്ളിൽ നടക്കൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയെങ്കിൽ ഒരു രാജിക്കത്ത് എന്നിട്ട് സാജിദ് മാറി. ഇതിനെ വെളിപ്പെടുത്താനുണ്ട്, പങ്കുവെക്കാനുണ്ട്. നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എത്രമാത്രം വലിയ അപകടകരമായ വഴികേടി റുക്കിയന്റെ വിഷയത്തിലും ജിന്നുകളോടുള്ള മുഖാത്തബന്റെ വിഷയത്തിലൊക്കെ ഇവരെ വാദപ്രകാരം ഒന്നും പറ്റൂല, ഒരു സംശയമില്ല. അതുകൊണ്ടാണപ്പോൾ ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന KNM-മാരാണ് നിഫാക്കുടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മെമ്പർമ കയറിയില്ല 5 കൊല്ലമായി. അപ്പോൾ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം. അതിൻ്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പം അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അതുകൊണ്ട് നമ്മളെ മെമ്പർമാരുടെ തൗഹീദും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല, ഞാൻ അതല്ല പറയണത്. പക്ഷെ അവർ ഇത്രയും കാലം കൊച്ചിമുള്ളിൽ നടന്നിരുന്നൊരു വിഷയമുണ്ട്, ആ വിഷയം അറിയാതെങ്കിലും എഴുതിപ്പോയില്ല ബാനറിൽ നിന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ബാനർ, ആ വീഡിയോൻ്റെ ഒരു ചെറിയ ഫോട്ടോസാണ് ഞാൻ ഇതിലിട്ടത്, നിങ്ങൾ കണ്ടില്ല അതിൽ. ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് KNM-ൻ്റെ കൊടക് ഭാഗത്തു നിന്ന് KNM-ൻ്റെ പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. അയാളെ പെങ്ങളെ മകളായിട്ട് വന്നു. ആ പള്ളിയിലെ ഖുത്ബ അറിയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ KNM-ലെ വലിയൊരു ഗർജ സിംഹമാണ്. സന്തോഷം, നിങ്ങളുടെ ഈ മാറ്റം, ഈ പ്രഖ്യാപനം എല്ലാം വളരെ അൽഹംദുലില്ലാഹ് കുറേ ആളുകൾക്കെങ്കിലും ഒരു ഇതായത്തിൽ വിളിച്ചാവട്ടെ. കാരണം ഞങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെയല്ല, നിങ്ങളെ പോലെ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവര് പലതും എഴുതുന്നത്. പക്ഷെ ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ്. കാരണം ബാലുശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു നമുക്ക്. അത് മാത്രല്ല, എന്നിട്ട് ഞാനിപ്പോ അത് അവനെ ബോധ്യപ്പെടുത്തിയപ്പോ അവൻ കാക്കച്ചി റാക്കിച്ചി അതൊക്കെ അത് ഭയങ്കര ഒരു ഫീലായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാളെ എനിക്ക് വേണ്ടി അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞപ്പോഴുണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു അന്ന്. എന്താ വനിതയുടെ വോയിസ് ഇടാത്ത? ആ വനിത സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാ? അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ വനിതയുമായി നിന്നോട് പുത്തൻതാണി വരാൻ പറഞ്ഞു, എന്താ ചെയ്യാത്ത? നീ എന്റെ പേരിൽ പറഞ്ഞോണാ, അത് സത്യമായി സ്ഥാപിക്കാൻ നിന്റെ അടുത്ത് ഒന്നുമില്ല. എല്ലില്ലാത്ത നാവുകൊണ്ട് പറയല്ലാതെ. ജി ആരെയാ ചെടുക്കേ, ആരെയാ ജി ഭീഷണിപ്പെടുത്തുന്നത്? TK അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങുകയാണ് നീ, എല്ലാം എരന്ന് വാങ്ങുകയാണ്. ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട. ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, നല്ലതല്ല. ഹുസൈൻ മന്നാനിയുടെ പെങ്ങള് തരണത് നിങ്ങളാണോ? പെങ്ങളല്ല, ഹുസൈൻ മന്നാനിയുടെ എല്ലാ അനിയത്തിനും അയാള് കല്യാണം കഴിച്ചു. അങ്ങനെ പെങ്ങളുടെ ഭർത്താവ് എന്റെ അനിയനായിരുന്നു. ഓക്കെ അങ്ങനെ ഞാൻ തന്നെയാണ് വന്നതും റുക്കിയ ചെയ്തതും ഒക്കെ. അവിടെ തന്നെ വിളിക്കാറുണ്ട്. ശരി. അടുത്ത കാലത്തും ഒരു സുഹൃത്ത് അവിടെ ചെന്നപ്പോഴേ വിളിച്ച് വിശേഷമൊക്കെ ചോദിച്ചു. പിന്നെ പഴയ ആ ഒരു ഇതില്ല. റുക്കിയൊക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, റുക്കിയ നിർത്തി ഞാൻ. അതെ. അല്ല, ഞാൻ ചോദിക്കണത്, അപ്പൊ അന്ന് നമ്മളവിടെ ഫസ്റ്റ് അവിടെ നമ്മള് ഹാരിസ് കാക്കൂരിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഈ സ്ത്രീക്ക് അന്ന് ഞാൻ അതിന് മുമ്പ് അന്ന് ഞാൻ 3 ദിവസം അതിന് മുമ്പ് ഞാൻ ഓതിയിരുന്നത് എവിടെയാണ്? അവിടെ വെച്ചിട്ട് തന്നെയല്ലേ ഹാരിസ്? അതെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി, ദുബായി പോയി. അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല. അതെ, അന്ന് എനിക്ക് ബന്ധമല്ല നിങ്ങളായിട്ട് അന്ന്.
അന്ന് എന്നില് ഉസ്താദിന്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. കാരണം വെച്ചാ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ വോയിസ് വിട്ടത് കേട്ടായിരുന്നു. ഇങ്ങനെ ചെയ്തു കൊടുത്ത് ഗ്രൂപ്പില് അന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചതാ. അതാണ് പിന്നീട് എന്താ പ്രശ്നം ഹോസ്പിറ്റലിൽ പോയതാണ്. അതെന്താന്ന് വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ സിഹിറിന് നമ്മൾ ഇളക്കിയില്ലേ, ഇളക്കി കഴിഞ്ഞപ്പോ നമ്മുടെ ചെറുതായിട്ടൊരു ഇതുപോലെ വന്നു. വായന സിഹിർ നമ്മൾ ഇളക്കണ അനുസരിച്ച് എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ട് വരുമല്ലോ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ ക്ലിയർ ആയി. ബാലുശ്ശേരി എന്ന അവിടെ ചെന്നായിരുന്നു. നിങ്ങളിപ്പോ വിസ്ഡമിന്റെ സജീവ പ്രവർത്തകയായിരുന്നില്ലേ? സജീവ ഭർത്താവ് ഞാനും ഭർത്താവും അല്ല, ഇക്ക അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. ഞാന് സ്ത്രീകളുടെ തന്നെ വിമൻസിന്റെ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു. കാരണം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ മറ്റേ ഖുറാൻ ക്ലാസ്സും പിന്നെ നമ്മുടെ ഖുറാൻ പരീക്ഷ ഉണ്ടല്ലോ, QHLS എക്സാമിന്റെ ഒക്കെ ആയിട്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം തന്നിട്ടുണ്ട്, മണ്ഡലം കമ്മിറ്റി സ്ഥാനം. അപ്പൊ അതിന് എനിക്ക് സെക്രട്ടറി സ്ഥാനമായിരുന്നു. അതിനെല്ലാവരും മുമ്പിൽ വെച്ച് തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചത് അത്രയും വർഷം. അപ്പൊ ഈ അതിനുള്ളിലുള്ള കാലത്ത് തന്നെ നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ കാസർഗോഡ് വരെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി പോയിട്ടുണ്ട്. എല്ലാം ഇവരുടെ അനുവാദത്തോടുകൂടി ഇവരുടെ നമ്മളെ നമ്പറൊക്കെ കൊടുത്തത്. പക്ഷെ ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിസ്ഡംകാർക്കും അറിയാം, അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ്. കാരണം ബാലുശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു നമുക്ക്. മാത്രല്ല എന്നിട്ട് ഞാനിപ്പോ അത് അവനെ ബോധ്യപ്പെടുത്തിയപ്പോ അവൻ കാക്കച്ചി റാക്കിച്ചി അതൊക്കെ അത് ഭയങ്കര ഒരു ഫീലായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാളെ എനിക്ക് വേണ്ടി അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു. അന്ന് അയാൾ ജിന്നെ ഹാജറായാലും ഇതേപോലുള്ള ഇഷ്യൂസുകളൊക്കെ അത് ഉണ്ടാവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ പേടിക്കേണ്ട, ഒരിക്കലും പ്രശ്നമാക്കരുത്, കാരണം ഇങ്ങനെയാണ് ചികിത്സ. കാരണം അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ജിന്ന് പോയതുകൊണ്ട് ഇങ്ങനെ ഒരു സിംറ്റംസുകളൊക്കെ വന്നതെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത്. നിങ്ങളോട് ബാലുശ്ശേരി നേരിട്ട് സംസാരിച്ചു? എന്നോട് ഫോണിലൂടെ സംസാരിച്ചു, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് 14 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വീടിന് സീറുള്ള വിഷയങ്ങളൊക്കെ സീറുള്ള വിഷയമൊക്കെ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നോട് പ്രത്യേകിച്ച് എഴുതി വിട്ടായിരുന്നു, ടൈപ്പും ചെയ്ത് വോയിസും വിട്ടായിരുന്നു. ഇപ്പൊ ഒരിക്കലും സാജിദ് വോയിസ് കൊടുക്കരുത്, കാരണം ഒന്നും വിട്ടു പറയരുത്. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ ബാലുശ്ശേരിന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിനെ കേൾപ്പിച്ചായിരുന്നു. അതുകൊണ്ടാണ് ആൾ ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത്. എല്ലാ ബാലുശ്ശേരിക്ക് ഇവരെ അറിയിച്ചപ്പോ ബാലുശ്ശേരി പറഞ്ഞു എന്റെ ഓർമ്മക്കുറവുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചല്ല, വേറെ ഒന്നും അവരോട് വിചാരിക്കരുത്. സാജിദ് വെല്ലുവിളിച്ചപ്പോ പറഞ്ഞു അത് എഴുതിയിട്ട് ഇവർ പറയും 4 കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയിടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജയമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയണത് പിശാചിന് ചില കേന്ദ്രങ്ങളാണ്. അതിലൂടെ ഇവൻ ശൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. അതുവഴി പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഷെറുണ്ടാകുന്നത്. ഈ കോഴിമുട്ടം നല്ല ഷെറ് ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് നമ്മൾ എഴുതുന്നത്. അതുവഴി ശിർക്കിന്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, അവൻ ശിർക്ക് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ആ ഷർറ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.